ഹലോ അളിയാ അളിയാ വെള്ളത്തിനാ നീന്തി ഇറങ്ങടാ വണ്ടിന്ന്. ബർത്ത്ഡേ പിന്നെ പഴയതല്ല ഒന്ന് കഴിക്കാൻ കിട്ടുന്നുണ്ടാ ഗ്യാങ് ഹൗസില്. ഗ്യാങ് ഹൗസില് പുതുതായിട്ട് എടുത്തവരൊക്കെ മുടിഞ്ഞ തീറ്റ അമ്മാര് ഫുഡില്ലാത്ത വീട്ടിൽ വന്നേ. അപ്പൊ അവരൊക്കെ 2 പേർ അരിയായിരിക്കും. സത്യം നമ്മൾ നിന്നെ വിളിക്കുന്ന ലംബോർഗിലാണ്. എന്റെ പുതിയ ലംബോർഗിൽ ബാബു ഡിക്കിക്കാണ്. അല്ല ഡിക്കി കയറിക്കോ. എന്തിന് എടാ ഒരു പെണ്ണൊക്കെ സെറ്റായി. എന്തിനീ പറയണേ? എടാ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കള്ളവടി ലിസ്റ്റിൽ 2-3 ഉണ്ട്. ഒന്ന് ഇല്ല ഇല്ല ഉള്ളാടിയാ സിൻസിയർ. എടാ സിൻസിയർ ലൈനിൽ ഇപ്പം ക്ലിയർ ആണ്. അതായത് സിൻസിയർ ലൈൻ ലിസ്റ്റിൽ ആരും ഇല്ല ഇപ്പം. കള്ളവടി ലിസ്റ്റിൽ കുറച്ചധികം ഉണ്ട്. ഓ സൂസൻ ഇല്ലടാ ബാബ അങ്ങനെ പറയലടാ. ഞാൻ അതിന് പറ 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 പോട്ടെ പോട്ടെ നിങ്ങൾ പോട്ടെ. നിങ്ങളോട് പോട്ടെ. ഞാൻ ബാബു ഒന്ന് പിക്ക് ചെയ്യാൻ പൊക്കോണ്ടിരിക്കുക. ആ പോട്ടെ പോട്ടെ. ഇല്ല 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 ബാബു അല്ല. അത് ബാബു അല്ല. ഇത് വേറെ ബാബു. ഇവിടെ മറ്റേ കടലിലായിരുന്നു. ഞാൻ ഇപ്പൊ പിക്ക് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. ആരാ സൗണ്ട്? ആളിയാ ഞാൻ വരും. എടാ നിനക്കാണെങ്കിൽ 2 കടലും തുഴഞ്ഞ് ഞാൻ വരും. മനസ്സിലായില്ലേ ബാബു? ഇല്ല എന്തുപറ്റി പെട്ടെന്ന് വരാ? അല്ല ഞാനിവിടെ സമാധി ജീവിക്കാറ്. നീ എന്തിനു വന്നേ ഇവിടെ? അന്നാ എനിക്ക് ചോദിക്കാനുള്ളൂ ഇപ്പൊ. ഒരു കാര്യമില്ല എടാ ഞാനുണ്ടല്ലോ ബാബു. ഈ ആരും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ വിളിക്കാൻ നീ എന്നെ കണ്ടല്ലേ ഞാൻ നിന്നെ വിളിക്കാൻ വന്നേന്ന്. വിളിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. എടാ ഞാനങ്ങനെ ചെയ്യൂല. നീ ഇറങ്ങ വണ്ടി ഇറങ്ങ. കൈവക്കടാ നീ അവസാനം നീ എന്നെ എന്തിനാണ് ചെയ്തതെന്ന് എന്നെ ഒന്ന് റിവൈൻഡ് എടുത്തൊന്ന് ആലോചിച്ച് നോക്കെ. നീ എന്നെ എന്തിനാണ് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്നെ എന്തിനാണ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്തിനാണ് അവസാനം? നീ എന്തിനാണ് എന്നെ ഏത് എന്ത് കാര്യം? വണ്ടി ഇല്ല 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 വണ്ടി ആവട്ടി. ഇല്ല 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 വണ്ടി ആവട്ടെ. ശരിയാവൂടാ അല്ലെങ്കിൽ അതുകൊണ്ടാ. ബാബുവിന്റെ സൗണ്ട് മാറി കിടക്കണ. ബാബുവിന്റെ സൗണ്ട് മാറി കിടക്കണ. നിനക്ക് വണ്ടി കത്തിരുന്ന വണ്ടി ഇടിച്ച് പൊട്ടിത്തെറിപ്പിക്കാൻ തോന്നുന്നു. അങ്ങനെ പല കാര്യം നിനക്ക് തോന്നും. ഇല്ല 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 തോന്നില്ല. നീ ആര്? ആ എന്താ പറയണേ? എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സൗണ്ട് സൗണ്ട് കുറവാണോ? ഇങ്ങനെ സൗണ്ടാ? എടാ ഒരു മിനിറ്റ്. എന്താ സൗണ്ട് എന്തോ കുറവുണ്ടെന്ന് പറയണ. എന്തിന്റെ സൗണ്ട് മനസ്സിലാവില്ല. എന്റെ സൗണ്ട് ഒരിക്കലും കുറയില്ല. നിനക്കറിയില്ല എന്തോ. നോക്കട്ടെ.
ചന്ദ്ര റൈറ്റ് സൈഡിലൊന്നും തട്ടല്ലേ. ചാവന്ന് ബാബു ചത്ത. ബാബു തീയിൽ കുറിച്ചവൻ. ഞാൻ സൗണ്ട് ശരിയാക്കാൻ പോയിട്ട് വന്നപ്പോ ഇതിന് കരിപാട് മാറണേ ഇവിടെ. എന്തുപറ്റി? ആ വണ്ടി കൊണ്ടിട്ട് ചത്തറാ മന്ദാര. ഊമ്പല്ലേ എന്നെ നീ അങ്ങ് ഉരത്താ നോക്കിയല്ലേ എന്നെ നീ അങ്ങ്. ഒരക്കൊന്നും പേടിപ്പിക്കാന്നാണ് വിചാരിച്ചത്. അതിന്റെ കയ്യിൽ കത്തി വെച്ചിരുന്നാടാ നീ. ഞാൻ ഇച്ചിരി സ്പോട്ട് ആക്ഷൻ ആയി മനസ്സിലായില്ലേ. നീ ഓറ അടിച്ചു വന്നേന്ന് മനസ്സിലായ. ഒരു മിഡിലാവുമ്പോഴാ കണ്ടല്ലേ ഒരു കൊട്ട് നമ്മൾ ഇട്ട് മനസ്സിലായില്ലേ. അവളെ കടവി നാറി. ഒരു സെക്കൻഡ് അതുപോലെ നീ എന്നെ എങ്ങനെ കൊല്ലാൻ നോക്കിയത്? ഞാൻ നിന്നൊന്നും ചെയ്യാൻ നോക്കില്ല. ആ മന്ദാര എന്ത് ചെയ്യുന്ന പറയട്ടെ വണ്ടി ഇടിക്കാതെ. ഞാൻ സൗണ്ട് ശരിയാക്കാൻ പോയിട്ട് വന്ന ഗ്യാപ്പിൽ നീ എന്തോ ചെയ്ത്. പട്ടി അടി ശരിയായോ? ആ ശരിയാ ശരിയായി എല്ലാം ശരിയാക്കി തരാം. നീ എന്നെ ഇനി ഓർമ്മിപ്പിക്കാം. എന്നെ പോവാൻ നേരത്ത് എന്ത് ചെയ്തിട്ടാണ് ഈ സിറ്റിന്ന് പോയത് എനിക്ക് ഓർമ്മയുണ്ട. ഒന്ന് റീവെന്റ് നോക്കിയേ ബർത്ത്ഡേടാ അന്ന് പാവ എന്നെ 500K അടിച്ചു തന്നിരും. അതാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കൊളാബിട ഇനി അടുത്ത പ്രാവശ്യം കൊളാബിട. 500 അടിച്ച് ആ വീട് 500 അടിച്ചല്ലേ. ഇത് മിനിമം 1 മില്യൺ അടുപ്പിക്കുന്നേ. ഞാൻ കുറച്ചേരം കൂടെ കാണാൻ തെറ്റിയില്ലേ. എന്റെ പാവന്റെ മന്ദാരം പോലും മന്ദാരം പോയേ. സോറിയടാ മന്ദാരം സോറി ഏട്ടാ. മാറിക്കാം അങ്ങോട്ട് മാറിക്കേ. നീ ഒരുമിച്ചാടാ ബാബു. നിനക്ക് എത്ര നേരം കൂടി നീ ജീവിച്ചിരിക്കും ബാബു? ഞാൻ 2 മിനിറ്റിൽ മരിക്കാൻ പോണേ എന്തിനാ? അങ്ങനെ പറയല്ലേ. 1 മിനിറ്റ് കൊല്ലാൻ പോലുള്ള കഴിവേറി. പിന്നെ 1 മിനിറ്റ് കൊല്ലുമല്ല ബാബു. സോറി എന്ന് പറഞ്ഞാൽ കൊല്ലത്തില്ല. നിന്നെ രക്ഷിക്കുന്ന ഒരു സാധനം എൻ്റെ ഉണ്ട്. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചന്ദ്രനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല ഇനി. ഞാൻ മരിക്കാൻ റെഡിയാണ്. കൊല്ലടാ അതിന്റെ പണി. എനിക്ക് ഈ നിമിഷത്തിൽ ഓർമ്മ പറഞ്ഞ എന്തെന്ന് അറിയാം ചന്ദ്ര. സോറി പറഞ്ഞപ്പോ ചന്ദ്രോ അല്ല നീ സോറി പറയാൻ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നേ നമ്മുടെ എലിയില്ലേ എലിയിൽ പട്ടി ഉണ്ടായിരുന്നു പൂറി. നീ എന്നെ കൊന്നോ? നീ എണീക്കല്ല ഇപ്പൊ EMS വരും. ഇപ്പൊ ഞാൻ കണ്ണൊക്കെ പറ്റിയ കേട്ടോ. പെട്രോൾ കത്തിച്ചാലോ അവനെ. കിടക്കാണോ എനിക്ക് എന്തോ പോലെ ഇറിറ്റേഷൻ. പെട്രോൾ എന്നാടാ കുറച്ച് പെട്രോൾ കൂടിടാ ബാബു. വാതറ കുറച്ച് പെട്രോൾ എന്നാ കൂടി. ഞാൻ നിന്റെ ഉയർന്ന നീ എന്നെ കൊല്ലൂന്ന് അറിയാറാ അതിന്റെ മോനെ. കത്തി കഴിഞ്ഞ നിന്റെ സാധനങ്ങൾ എന്താ ഉണ്ടാ? കുഴപ്പമില്ല നീ കത്തിച്ചോ. എനിക്കൊരു 200K ഉപ്പ് കിട്ടി. ഞാൻ ഇറങ്ങണ. നീ ഇറങ്ങണ ഉറപ്പിക്കാം ഇറങ്ങണ. കത്തിച്ചില്ലെങ്കിൽ നിക്കും. കത്തിച്ചാ പിന്നെ ഇനി കഴിഞ്ഞ് പുകഞ്ഞ് നേരെ ആകുമ്പോ കുറെ സമയം എടുക്കും. ഇപ്പൊ കണ്ടന്റ് ആയാലേ ഇപ്പൊ. സാറേ ഇത് എന്തിനു സാറേ നിങ്ങൾ എന്തൊരു ഡ്രൈവറാണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ല നിങ്ങൾ പിന്നെ ലിഫ്റ്റ് വെച്ചല്ല അങ്ങനെ വിളി ഇങ്ങോട്ട് സാറേ.
സാറേ നിങ്ങൾ ആൾക്കാരെ കൊന്നിട്ട് റിവൈവ് ചെയ്യാനുള്ള പ്ലാൻ ആണോ? ആരാ ഇത്? എന്റെ പേര് ചന്ദ്രൻ. എന്തൊരു ലാൻഡ് ഇപ്പൊ ചത്തനെ. എന്താ സാറേ എന്റെ മകനാ? അവന്റെ കഴപ്പ പന്തയുടെ വണ്ടിയല്ല അവന്റെ. പിയോവിന്ന് പറഞ്ഞിട്ട് സാറിന് 2 ദിവസം കിട്ടും. ഉണ്ടാക്കല്ലേ അതിന്റെ അടുത്ത്. സാറേ 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 ഇങ്ങോട്ട് ഒരാള്. സാറേ ഇങ്ങനെ ഒരാൾ. സാറേ 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 ആളെ ബഗ്ഗായിട്ടിരിക്കും. ഒരു സെക്കൻഡ് സാറേ ഒരു സെക്കൻഡ്. സാറിന്റെ മകനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. എനിക്കും പണി കിട്ടിയതാണ്. ഓക്കെ പെട്ടെന്ന് ഇടാ ബാബു. ഓക്കെ അല്ലേ? അച്ഛനുണ്ടായിരുന്നു ഇവിടെ എത്ര നേരം. ചിലരെ മന്ദാരം, ചിലരെ കൊതിച്ചാട്ടാ മന്ദാരം. ചിലരൊന്ന് ആഗ്രഹിച്ച് ആ ഹെലി ഒതിടിച്ച് ഞാൻ ചാവണേന്ന്. അയ്യോ അതാരത്? കഴപ്പൻ. സാറേ വണ്ടി ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ട് പോ സാറേ. ഓക്കെ നിന്റെ പോത്തേതോ കഴപ്പനാണ് ബാബു. ബാബുവിന്റെ പോത്തത് കഴപ്പനാണ്. ലീവ് അടിയുടെ സുഖം പിടിക്കുന്നത്. അയ്യോ കണ്ട്രോൾ എഫ് അടിച്ച് നോക്ക്. എനിക്കന്ന് ഇറങ്ങും സാറേ. കണ്ട്രോൾ എഫ് കണ്ട്രോൾ എഫ് അടിച്ച് ഇറങ്ങത്തൊന്നുമില്ല. കണ്ട്രോൾ എഫ് അടിച്ച് ഇറങ്ങത്തൊന്നുമില്ല സാർ. ധൈര്യമായിട്ടടി സാറേ. എന്റെ വാക്കാണ് സാർ. അടി എനിക്ക് തോന്നുന്നു കൂട്ടാണ്. അതുള്ള 10 ആക്കാം. ഇതിപ്പോ ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും ബാബുവിന്റെ സൗണ്ട് കൂട്ടാൻ എനിക്ക് പറ്റത്തില്ല. എടാ സ്മോക്ഡ് സരളയിലാണ് ഇപ്പൊ പിടി. അതിലാണ് ഇപ്പൊ ആളുടെ കൈ കടത്തൽ. മനസ്സിലായില്ലേ? മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അത്. അതെ പ്രശ്നമാണ്. ഇനി എന്തിനു ചെയ്യാൻ പറ്റും? ഇനി ബാബു നീ ഷൗട്ട് ഇട്ടെ ഹെച്ചടിച്ച്. ഇപ്പൊ ശരി. അതാണ് നിന്റെ ഏറ്റവും മുകളിൽ എക്സലൻസിന്റെ ലോഗോയുടെ മുകളിലൊരു ബട്ടൺ കണ്ട? അത് ഫുള്ള് തന്നെ. ഫുള്ളാക്കത്. സാറേ ഞങ്ങളെ ഗരാജിൽ എവിടെ സിറ്റിയില് എന്തൊക്കെ നടന്നെന്നാ? എടാ എത്ര വാറുകൾ നടട്ടെ. എല്ലാത്തിനും എനിക്ക് മുൻപന്തിയില്ല ഞാൻ. എടാ ഇവിടെ ഞാൻ ചാടിയില്ല ബാബു. ചാടിക്കോ ചാടറാ. സേഫ് സോണാ. നിനക്കിപ്പോ ഒറ്റ ബുദ്ധി പോയിട്ട് 1/2 ഇഞ്ച് പോലും ബുദ്ധിയില്ലേ ചന്ദ്ര?
മണ്ണനാണ് ഡോക്ടർ. ഒരു മിനിറ്റ് പൊക്കല്ലേ, ഒരു മിനിറ്റ് രണ്ടോ കഥ തീർക്കാൻ ഉണ്ടായിരുന്നു. ബോഡി വലിച്ച് വെളിയിടാൻ പറ്റുമോ? അയ്യോ എന്താ പരാതി വല്ല പറഞ്ഞായിരുന്നു? ചോദിച്ചതാണ്, ഒരു ഡൗട്ടല്ലേ സിറ്റിയില് ഞാൻ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ നൈറ്റ് മീറ്റ് സാർ, നൈറ്റ് മീറ്റ്. ബാബു എന്റെ പുതിയ ലുക്കൊക്കെ റോബിൻഹുഡ് ലുക്കല്ലേ ഇപ്പം? അല്ല അതോ പ്രോസലായി വേണമെങ്കിൽ എന്നോട് ഒന്ന് ലോക്കർ എടുത്തേ, നിന്റെ കയ്യൊന്നും കാണത്തില്ലല്ലോ. വാ എന്റെ എന്തിനോ കൊണ്ട് കേട്ടോ കൊറേ സാധനമാണ് പഴയ ഒരു സാധനം ഉണ്ടോ പക്ഷെ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട് വന്നേരം ഒന്ന് കാര്യം പറയാനാ ഒരു മിനിറ്റ്. മന്ദാരത്തിനാണ് കുണ്ണേ പറഞ്ഞേ, മന്ദാരത്തിനാണ്. അതല്ല ബാബുവിനൊരു കാര്യം പറയാ, ഇല്ല മന്ദാരത്തിന് കാര്യം പറയാ, നീ കേക്കാതെ സർപ്രൈസ് അത് നിന്റെ. വന്നേ മന്ദാരം ഇല്ല. അതെ ഞാൻ ഒരു സ്പാനർ തരാം, ആ സ്പാനർ അവന്റെ കൊടുത്തിട്ട് ബാബുസേട്ടനെ ഡില്ലോ ടൈറ്റ് ഒക്കെ പറ. ചന്ദ്രൻ പറഞ്ഞ പോലെ ഇല്ല എന്നിട്ട് എനിക്ക് ഇടുമ്പോ അത് നോക്കി ചിരിക്കാനല്ലേ? ബാബു എന്തിനു പറയാണ് ഈ മന്ദാരത്തിന്റെ കേസ്? അവര് പറയിപ്പിക്കാൻ നോക്കാണേ. അപ്പൊ നീ ബാബുവിനോട് പറയണം ഇത് കൊടുത്തിട്ട് ബാബുസേട്ടനെ ഡില്ലോ ടൈറ്റ് ആക്കാൻ. പെട്ട് ചിരിച്ചിരിച്ച് വയ്യടാ എനിക്ക്. അമ്മാ വാറന്റി ക്ലെയിം ചെയ്യാൻ പോയതാ. ഡോക്ടർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ചന്ദ്ര കൺഗ്രാജുലേഷൻ, പക്ഷെ കൊച്ചിന്റെ തണ്ട നീയല്ലെന്ന്. സത്യം പറഞ്ഞ ഇവന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ശരിയാട്ടോ. തന്നെ അന്ന് നീ ഉണ്ടായിരുന്ന മന്ദാരം നടക്കുന്നോ വരാതി പെട്രോൾ അടിക്കട്ടെ പിന്നെ സംസാരിക്കാം. ഇവ എങ്ങാനും തന്തയായിട്ടുണ്ട് ഇതുപോലെ പെട്രോളിന്റെ നോസിൽ വലിച്ചു വരുമല്ലോ ആയുണ്ട്. ഇറക്കുന്നില്ലടാ, ഒന്ന് ചിരി വരുന്നില്ലല്ലോടാ മന്ദാരം. അങ്ങനെ വല്ല ചാൻസ് ഉണ്ടോ മന്ദാരം? മന്ദാരം ചിരി വരുന്നില്ലടാ മന്ദാരം, കഷ്ടപ്പെട്ട് മന്ദാരം ചീടാ തിരിച്ചോടാ മന്ദാരം. ചിരിയൊക്കെ വരുന്നുണ്ട്. എന്താ ഞാനേ ഈ വണ്ടിയുടെ അപ്പുറത്ത് തുറന്നോണ്ടല്ലോ മന്ദാരം, നിന്നെ ഇടിച്ച് ശരിയാക്കും കേട്ടാ. വണ്ടി ഇവിടെ ഇരിക്കണുണ്ട് മനസ്സിലായ? ഒരു മാറ്റല്ല കേട്ടോ ബാബു, എനക്ക് ഒരു മാറ്റല്ല. ഭയങ്കര മോശമാണ് കേട്ടോ ഇത്. ഇങ്ങനെയൊക്കെയാണോ കുറെ നാൾക്ക് ശേഷം വന്നിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണ്ടേ? മനസ്സിലാടാ, എന്നെ കുത്തി നോക്കിയാണ് നീ പറഞ്ഞ എന്തിനു ബാബു ഇങ്ങനെ? നീ വരണ്ട, നിന്നെ എടുത്തോന്നെ കൊണ്ടുവിടാൻ പോണ്. എവിടെ കടലെവിടെ? മന്ദാരം ഏറിയവരെ കടലോട്ട്. സാറേ കാര്യം പറയണ്ട സാറേ, ഇവിടെ കിഡ്നാപ്പിക്കണോ സാറേ? കിഡ്നാപ്പ് ഇല്ല സാറേ, നമ്മളെ സാറേ കിഡ്നാപ്പിംഗ് സാറേ. ഞങ്ങള് സാർ റെസ്പോണ്ട് ചെയ്ത് നോക്കിയതാ. ഓക്കെ സാർ മന്ദാരത്തിനെ പിടിച്ചോ. മന്ദാരം ഒന്ന് നോക്കിട്ടെ, പീടി വണ്ടി കയറി പിടിച്ചിട്ട് പിന്നെ തോന്നിയ പറയാ നമ്മളെ കേട്ടോണ്ടിരിക്കണം. ഞാൻ ഈ വണ്ടി കയറാൻ പോയതല്ലേ? അതങ്ങനെ പീടി വണ്ടി കയറിയിട്ട് വണ്ടി കയറുന്ന പറയണേ.
സാറേ സംഭവം സാറേ അവന് രാത്രി ചെറിയ കണ്ണിന്റെ പ്രശ്നമുണ്ട് സാറേ. അപ്പൊ പെട്ടെന്ന് മാറി കയറിയത് അവനാണ് സാധ്യത. മാലക്കണ്ണനാണ്. മാലക്കണ്ണനാണ് അതാണ്. ആ കണ്ടോ അതെ അതെ. ഇതുപോലെ തന്നെ സാറേ ഈ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വേറെ അപ്പുറത്താളുടെ സാധനം എടുത്ത് വെളിയെടുത്തു. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രാത്രി ഇവന് കാണാത്തതുകൊണ്ടാ. അതെ നമ്മള് പിന്നെ നമുക്ക് ഇടയ്ക്ക് സുഖം കിട്ടും. ഒരു പ്രശ്നമില്ല. വാ മന്ത്രി വാ. ഇപ്പൊ ഇരിക്കലേ വന്നേരം ഇപ്പൊ എനിക്ക് സമാനുണ്ട്. കേറുന്നുണ്ടോ വണ്ടി കയറുന്നുണ്ടോ ഞാനൊക്കെയാണ് വന്നേരം കയറും. സാറെ ത്രിപ്സ് അടിക്കാവല്ലേ? സാറേ നോക്കി കളിക്കണേ. ഞാൻ ചിരിക്കുന്നുണ്ടോ മന്ദാരം? നല്ലോണം ചിരിക്കുന്നുണ്ട് മന്ദാരം. അല്ല മന്ദാരം ഒരു മിനിറ്റ് ഞാൻ ഈ സാധനം എടുത്ത് മാറ്റിട്ട് എന്നാലേ അവന് മിണ്ടാൻ പറ്റൂ. ട്രങ്കി കേറിയ മിണ്ടാൻ പറ്റിയില്ല. ചന്ദ്രൻ ചിരിക്കണ്ട. ചന്ദ്രൻ ചിരിഞ്ഞു മിണ്ടാൻ പറ്റില്ല. വാസേട്ട് ഇരുന്നിട്ട് ചന്ദ്രൻ ചിരിച്ചു നോക്കിയേ. പറയുന്നേ കോറെടുക്കാൻ പോയതല്ല, ഇപ്പഴത്തെ ക്ലിപ്പ് വെട്ടാൻ പോയത്. അവൻ അപ്പോഴത്തേക്കുള്ള അപ്പോഴെപ്പോഴാ വെട്ടണം. ഇനി നീ സിറ്റി നടക്കുമ്പോഴേ ഇത് യൂട്യൂബിൽ കിടക്കും. നീ അല്ലെങ്കിൽ നോക്കിക്കോ നീ. അതിനെ ചിരിച്ചിട്ടുള്ള ജോലയാണ് എടുക്കണ്ടാ. എന്തായാലും നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഉറക്കാം. നിനക്ക് ഈ ധൈര്യമില്ലാതാണ്. നമുക്ക് നാഞ്ഞു പിടിച്ചാൽ നോക്കാന്നുള്ള ഉള്ളൂ. നൈസായിട്ട് ഉച്ചം കടി. നീ നേരത്തെ എന്റെ കൂടെ നിൽക്കാത്തുണ്ടായത്. ഇങ്ങോട്ടാ പോയിട്ട് ചെറിയ സീനുണ്ട്. ഇപ്പൊ പോയിട്ട് പോയിട്ട് കളയാ. നൈസായിട്ട് ഇറങ്ങാൻ നോക്കിയാട്ടോ. അടിച്ചു വിട്ടേ.